ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിന്നൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ലക്കിടി നേർച്ചയ്ക്കാണ്. എൻ്റെ അമ്മയുടെ വീട് ലക്കിടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇവൻറ്റിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നതാണ്, അതും കൂടെ കാണാം. വീണ്ടും ഒരു ഹലോ ഫ്രണ്ട്സ് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചോ. ഇന്ന് പുലർച്ചെ 12 മണിക്കാണ് ഞാൻ ഷിഫ്റ്റിന് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 8 മണിക്കാണ് ഷിഫ്റ്റ് ഓവർ കഴിയുന്നത്. ഏർലി റിലീസ് ചോദിച്ച് ഇറങ്ങുവാനുണ്ടായിരുന്നത്. 6 മണിക്ക് വിടാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് കൗണ്ടറിൽ റഷ് ഉള്ളതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കി ഞാൻ കുറച്ച് 6:30 ആയിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകാനിരുന്ന ട്രെയിൻ മിസ്സാവുകയും ചെയ്തു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും എത്തണം. ഒരു 10-11 മണിക്ക് മുന്നെങ്കിലും എത്തണം. 9:30ക്കാണ് നമുക്ക് ചടങ്ങ് വരുന്നത്. എന്നാലും നമ്മൾ ഇവിടുന്ന് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. യൂണിഫോം പിന്നെ ആദ്യയുടെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ കമ്മലും കൂടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമുക്ക് അവിടെ തന്നെ മെട്രോ കണക്റ്റ് ബസ്സുണ്ട്. അങ്ങനെ മെട്രോ കണക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കയറി ഇറങ്ങുന്ന ഒരു സമയം വരുന്നത് ഇതാണ്, എയർപോർട്ടിൽ. അപ്പോൾ അതാണ് നമുക്ക് പോകാനുള്ള രഥമെത്തി. ഈ മെട്രോ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിവിടെ ഇതിനെ നീല ബസ് എന്ന് പറയും. ഞാൻ കയറിയതും വിൻഡോ സീറ്റൊക്കെ പിടിച്ച് കുറച്ച് നേരം അവിടെ പോസ്റ്റായി. ഇപ്പോൾ എടുക്കുന്നത് വെച്ചിരുന്നിട്ട് വണ്ടി അവിടെ നിന്ന് 7 മണിക്ക് കയറിയെങ്കിൽ 7:25 അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ നമ്മൾ ആലുവ എത്തി. ആലുവ മെട്രോയിലെത്തി ഊബർ വിളിച്ചു. ഊബറിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഇത്രയും ക്രൗഡ്. അങ്ങനെ അവിടെ നിന്ന് ഇച്ചിരി നേരം ഡിലേ ആയി. പിന്നെ നമ്മൾ 8:20 ട്രെയിനാണ് പിടിച്ചത്. തൃശ്ശൂർ പോയി ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് നേരെ KSRTC കയറി. നല്ല വള്ളിയായിരുന്നു. കോമ്പിനേഷൻ ഉണ്ട്, ഹാഫ് സാരി പ്ലസ് ഷൂ. എന്താണെന്ന് വെച്ചാൽ എടുത്തു വെച്ച റഷിൽ ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത്, അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് എത്തിയിട്ട് നമ്മൾ നേരെ പ്രൈവറ്റ് ബസ് പിടിച്ച് വടക്കേ സ്റ്റാൻഡിൽ പോയി. അവിടുന്ന് പിന്നെ ചേലക്കരയ്ക്കുള്ള ബസ് ഡയറക്റ്റ് കയറി. പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഷഹന ജോയിനിങ് ആണ് കേട്ടോ. ഞാൻ, ഷഹന, വിഷ്ണുപ്രിയ, അർസീനയായിരുന്നു. അർസീനയ്ക്ക് വരാൻ പറ്റില്ല, ഓള് ഫോറിനിലാണ്. അപ്പം ഞാനും ഷഹനി കണ്ട് ഓളുടെ മുത്തുമണി കുഞ്ഞുണ്ടായിരുന്നു ഐഷുമ്മ. അപ്പോൾ ഓള് നല്ല ജോളിയായിരുന്നു. ആദ്യം കുറച്ച് നേരം അടുത്തില്ല എന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല കമ്പനി ആയിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇന്ന് പരദോഷനൊക്കെ പറഞ്ഞു ബസ്സിൽ. കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ പറയാണ്ടായിരുന്നു. അത് പറയുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് അങ്ങനെ എടുത്തായിരിക്കും ഒരു കൂസലും ഇല്ലാതെ. അത് വിഴുങ്ങാനും പറ്റുന്നില്ല. എന്നാൽ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെ മട്ടൊക്കെ മാറിയിട്ട് ആളൊന്ന് ചില്ലായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇവിടുന്ന് മണ്ഡപത്തിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കോമൺ ക്ലാസ്മേറ്റിനെയും കണ്ട് ആതിര. കല്യാണത്തിന് വിളിച്ചിട്ട് പോകാൻ പറ്റിയില്ല. എല്ലാ കാര്യങ്ങളും കൂടി നിന്ന് പറയുമായിരുന്നു. ഇന്നൊരു വിശേഷ ദിവസം കൂടെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ട് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു എൻ്റെ ട്രെയിൻ മിസ്സായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ എൻഗേജ്മെൻറ്റിന് എത്തി. ലേറ്റ് ആയതിൻ്റെ എല്ലാ പരാതിയും വിഷ്ണുപ്രിയയുടെ മുഖത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അമ്മയാണിത്, വിഷ്ണുപ്രിയേൻ്റെ അമ്മയാണ്. അമ്മേൻ്റെ അടുത്ത് കുറേ സംസാരിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഇന്നത്തെ വേഷം, ഹാഫ് സാരി പ്ലസ് ഷൂ ആയിരുന്നു. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒന്നും റിമൂവ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇവിടെ എത്തിയതിനു ശേഷം ഒരു വെറ്റ് വൈപ്സും കൊണ്ടാണ് ഞാനത് ക്ലിയർ ആക്കിയത്. എന്നിട്ട് ആസ് യൂഷ്വൽ ലുക്കിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ഐഷ അങ്ങനെ പിന്നെയും ബിസ്ക്കറ്റ് ചമയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് അടിയിലേക്ക് ഇറങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അശോകനെയും കൂടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ബട്ട് നമ്മൾ വന്നപ്പോൾ ഇച്ചിരി പോസ്റ്റായി. അവിടെ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഐഷു പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കയറി ഫാനുള്ള സ്ഥലമൊക്കെ നോക്കിയിരുന്നു. ഇവിടെ ഒരു കൊച്ചു വ്ളോഗർ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം ഐഷ എന്നെ പോലെ തന്നെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് സെറ്റായി. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ മുടി വിടർത്തിയിട്ട് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ഇല വന്നു. പിന്നെ പതുക്കെ അച്ചാറും സലാഡും വെള്ളമൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി. ഈ കുട്ടികൾക്ക് പൊതുവെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെയാണല്ലോ ഇഷ്ടം. അതുപോലെ തന്നെ ഐഷു അത് മാത്രമാണ് പെറുക്കി തിന്നണേ. അപ്പോൾ ഷഹന അവളുടേലുള്ളതും എൻ്റെയിലുള്ളതും കൂടി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്ത് വയറ്റിലാക്കി. അത് കഴിഞ്ഞിട്ട് കൊച്ചിന് ചോറ് കാരി കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചോറ് കഴിച്ച് എണീച്ചു. പാലം ഞാനാണ് ഡോറ ഡോറ മുജി വരൂ ഡോറ. ബാക്ക്
പോവാ ഇത് ബ്രൈഡിൻ്റെ അനിയത്തിയാണ് കേട്ടോ. വിഷ്ണുപ്പയുടെ അനിയത്തി വിഷ്ണുവായാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്തെ അവളുടെ അടുത്ത് പറയാൻ വേണ്ടി പോയതാണ്. അവിടെ മുടിഞ്ഞ ഫോട്ടോഷൂട്ടായിരുന്നു. ഓരോ പോസസൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങി ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷഹനേനെയും ആയിഷനെയും ബസ് കയറ്റി വിട്ട് ഞാൻ ചെറുതുരുത്തി വഴിയാണ് വന്നത്. അങ്ങനെ നമ്മൾ വീടെത്തി. അമ്മേനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷം. കാരണം ഞാനിപ്പോൾ 2 മാസം അടുത്തായി പോയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി അമ്മായിയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. ഇതെനിക്കൊരു ഏട്ടൻ വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. കൊച്ചേട്ടൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഞങ്ങൾക്ക് കസിൻസിന് എല്ലാവർക്കും കൂടി വാങ്ങി തന്നതെന്ന് പിക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ പോകാൻ നേരത്ത് അമ്മ എനിക്ക് ചീരക്കറി ഇഷ്ടമാണ്. അതുകൊണ്ട് പറമ്പിലുണ്ടായിരുന്ന ചീര പറിച്ച് കറി വെച്ച് തന്നതാണ്. ചീരയും മുട്ടയും പപ്പടവും കൂട്ടി അങ്ങനെ ചോറും കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ഞാനൊരു വീഡിയോ ആഡ് ഓൺ ആക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളിയുടെ വീഡിയോ ആണ്. അപ്പോൾ മുമ്പ് നമ്മളിട്ടൊരു എൻ്റെ ഇൻട്രൊഡ്യൂസിങ് വീഡിയോയിൽ ഈ ജൈവ പച്ചക്കറികളൊക്കെ ഉണ്ടായതൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ടാറ്റ ബബ്ബായി പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഏടത്തിയമ്മ ഉണ്ടായിരുന്നു. ഏടത്തിയമ്മേനെ ചെക്കനെ കാണാൻ പോയപ്പോൾ ഏടത്തിയമ്മേനും കൂടെ വീഡിയോയിൽ ആഡ് ഓൺ ചെയ്തതാണ് കേട്ടോ. ബസ് കയറിയപ്പോൾ ഒരു 6:30 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് പോയി ആ സമയത്ത്. കാരണം നേർച്ചയല്ലേ, തിരക്കുണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അതുകൂടാതെ പറക്കുട്ടിക്കാവ് പൂരം കൂടെ ആയിരുന്നു അന്ന്. അത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയും കുറച്ച് നേരം പെട്ട് കിടന്നു. ഇത്രയും ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് പൂരത്തിൻ്റെ, അതായത് പറക്കുട്ടിക്കാവ് പൂരത്തിൻ്റെ. ഇനി നേർച്ചയ്ക്ക് അതിലും വലുതായിട്ടാണ്. അപ്പോൾ പാതി എത്തിയപ്പോൾ പിന്നെ ഏട്ടൻ പിക്ക് ചെയ്യാൻ വന്നു. അതുകൊണ്ട് വലിയ സീനുണ്ടായില്ല. നേർച്ച കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ ബാഗൊക്കെ വെച്ച് പിന്നെ നമ്മൾ സെൻറ്ററിലേക്ക് ഇറങ്ങി, ലക്കിടി സെൻറ്ററിലേക്ക് ഇറങ്ങി. ഇതപ്പൻ്റെ കസിൻസ് തിരഞ്ഞ് കണ്ടുപിടിച്ചു. ഞാനുണ്ട്, അമൃതേച്ചിയുണ്ട്, മോള് ചേച്ചിയുണ്ട്, പിന്നെ ഉണ്ണിമോളും രാഹുലേട്ടനും. ഇനി ഒരെണ്ണം കൂടെ മിസ്സിങ് ആണ്. അതിന് നമുക്ക് വഴിയിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഒട്ടകം, ഗൊറില്ല, മുയൽ, പാണ്ട മുതൽ പല മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 2 റിയലും ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ നേർച്ചയൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ ശബ്ദമലിനീകരണം കുറയ്ക്കണമല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ പരിപാടികളും 10 മണിയോട് കൂടി തീർന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ അച്ചുട്ടി വന്നു. അച്ചുട്ടി ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിരിക്കുമായിരുന്നു. അച്ചുട്ടീനെയും കണ്ടു. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഇനി വരുന്നതാണ്. ബൈ.